ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ 4 mm² ഡി സി വയറും എ സി വയറും തമ്മിലുള്ള കമ്പാരിസനാണ് കാണിച്ചത്. അതിനകത്ത് രണ്ട് വയറും കണ്ടക്ടേഴ്സ് എല്ലാം സെയിം ആണ്, ഇൻസുലേഷനിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് 6 mm² ഒരു ഡി സി വയർ, ഇത് KEI എന്ന ബ്രാൻഡിൻ്റെയാണ്. അതിൻ്റെ 6 mm² ഡി സി വയറും പിന്നെ ഫിനോലെക്സിൻ്റെ 6 mm² എ സി വയറും തമ്മിലാണ് ഇതിനകത്ത് കമ്പാരിസൺ കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഡി സി വയറും എ സി വയറും കട്ട് ചെയ്തിട്ട് നമുക്ക് നമ്പർ ഓഫ് സ്ട്രാൻഡ്സ് എണ്ണി നോക്കാം. അപ്പോൾ സെയിം ആണോ എന്ന് നോക്കാം. ഇപ്പോൾ ഡി സി കറണ്ട് നോക്കുകയാണെങ്കിൽ ഈ ഓരോ ഇതിനകത്തുള്ള ചെറിയ ചെറിയ സ്ട്രാൻഡ് കണ്ടക്ടറിൻ്റെ ബൾക്കിലാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. അതായത് ഡി സി കറണ്ട് ഈ ഒരു ചെറിയ ചെറിയ ഫിലമെൻ്റ് പോലിരിക്കുന്ന കേബിളിൻ്റെ അകത്തുള്ള മുഴുവൻ ഏരിയയിലും കൂടെയാണ് കണ്ടക്ട് ചെയ്യുന്നത്. അതേസമയം എ സി കണ്ടക്ട് ചെയ്യുന്നത് അതിൻ്റെ സർഫസിൽ കൂടെ മാത്രമാണ്, ആ ചെറിയ കേബിളിൻ്റെ സർഫസിൽ കൂടെയാണ്. അതാണ് ഈ എ സിയുടെയും ഡി സിയുടെയും കണ്ടക്ഷൻ്റെ ടൈപ്പിലെ വ്യത്യാസം. അപ്പോൾ പക്ഷേ ഇപ്പോൾ 4 mm² വയർ നോക്കിയപ്പോൾ എ സി കേബിളിനും ഡി സി കേബിളിനും സെയിം നമ്പർ ഓഫ് സ്ട്രാൻഡ്സ് ആണ്. സെയിം നമ്പർ ഓഫ് സ്ട്രാൻഡ്സ് ആകുമ്പോൾ സെയിം ഡയമീറ്റർ തന്നെ ആയിരിക്കും. ഉള്ളി ഡിഫറൻസ് സിങ്ക് കോട്ടിങ് മാത്രമായിരുന്നു. ഇപ്പോൾ ഡി സി കേബിളിൻ്റെ ഇൻസുലേഷൻ റിമൂവ് ചെയ്ത് നോക്കിയപ്പോൾ ഇതിനകത്തും ഇൻസുലേഷൻ ഒരു സിംഗിൾ ലെയർ ഇൻസുലേഷൻ തന്നെയാണ്, മൾട്ടി ലെയർ ഇൻസുലേഷൻ ഒന്നുമില്ല. ആ സിംഗിൾ ലെയർ ഇത്തിരി കട്ടിയുണ്ട് ആ ഇൻസുലേഷൻ. ഇതിൻ്റെ കൂടെ തന്നെ സിങ്ക് കോട്ടിങ്ങും ഉണ്ട് ഇതിനകത്തുള്ള വയറിൽ. ഒത്തിരി കോപ്പർ ചെറിയ ചെറിയ സ്ട്രാൻഡ്സ് ഉണ്ട്. ഇതിൻ്റെ നമ്പർ ഓഫ് സ്ട്രാൻഡ്സ് നമുക്കൊന്ന് എണ്ണി നോക്കാം. വീഡിയോ ഭയങ്കര സ്പീഡിലിടുകയാണ്, 5x സ്പീഡിലാണ് ഇട്ടേക്കുന്നത്. ഇപ്പോൾ 84 കമ്പികളാണ്, ചെറിയ കമ്പികളാണ് ഇതിനകത്തുള്ളത്. അതുപോലെ തന്നെ എ സി വയർ, ഫിനോലെക്സിൻ്റെ എ സി വയർ എടുത്ത് കട്ട് ചെയ്ത് ഇതിൻ്റെ ഇൻസുലേഷൻ ഒക്കെ വളരെ ചെറുതാണ്. ഇത് UV ലൈറ്റ്, അതായത് സൺലൈറ്റിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഒരു മാസം വേണ്ട, അതിനകത്ത് തന്നെ ഇത് നരച്ച് അതിൻ്റെ ഇൻസുലേഷൻ കേടായി പോകും. പക്ഷേ UV പ്രൊട്ടക്ഷനുള്ള നമ്മുടെ ഡി സി കേബിളിലാണെങ്കിൽ എത്ര കാലം വെയിലത്ത് കിടന്നാലും വലിയ പ്രശ്നമൊന്നുമില്ലാതിരിക്കും. എ സി കേബിൾ നമ്മളൊരു PVC പൈപ്പിനകത്തൂടെ എങ്ങാനും കയറ്റി വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ വർഷങ്ങളോളം കുഴപ്പമില്ലാതിരിക്കാം. അപ്പോൾ 84 ചെറിയ കമ്പി തന്നെയുണ്ട്. ഇപ്പോൾ വില നോക്കുകയാണെങ്കിൽ എ സി കേബിൾ 2 മീറ്റർ 146, അതായത് ഏകദേശം 73 രൂപയും ഡി സി കേബിളിന് 4 മീറ്ററിന് 299 രൂപ, അതായത് 75 രൂപയാണ് ഒരു മീറ്ററിൻ്റെ വില. ഇപ്പോൾ വിലയിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഡി സി കേബിൾ തന്നെ ഉപയോഗിക്കണമായിരിക്കും എപ്പോഴും നല്ലത്. പക്ഷേ എ സി കേബിളേ ഉള്ളൂ, അതേ ഉപയോഗിക്കാനുള്ളൂ എന്നുള്ളവർക്ക് ലോ വോൾട്ടേജ് സിസ്റ്റത്തിൽ എ സി കേബിളും ഉപയോഗിക്കാം. അതിനകത്ത് വലിയ ആർക്കിങ്ങിൻ്റെ പ്രശ്നമോ അങ്ങനെയൊന്നും വരാനുള്ള സാധ്യതയില്ല. വളരെ സൂക്ഷിച്ചാൽ മാത്രം മതി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സംശയങ്ങളും സജഷൻസും കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.